നമ്മളെ കുളിക്കുന്ന സോപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല സ്മെല്ലാണ് സോപ്പിന്, നല്ല പതയുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാൻ വീഡിയോ. തുളസി നീര് എടുത്തിട്ടാണ് വേപ്പിൻ്റെ ഇലയും തുളസിയും കൂടിയും അരച്ചെടുത്തിട്ട് നീരുണ്ടാക്കുകയാണ്. വെള്ളം ചേർക്കണില്ല, ഇതിൽ പനിനീരാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ മിക്സീൻ്റെ ജാറിൽ നിറച്ചും വേപ്പിൻ്റെ ഇലയും തുളസീൻ്റെ ഇലയും അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ അരച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയുണ്ട്. പനിനീര് ഒരു ഗ്ലാസ്, ഒരു 100ൻ്റെ ഗ്ലാസ്സിൽ പനിനീരിൻ്റെ നീര് മിക്സിയിൽ പാർന്നൊന്ന് അരച്ച് വരാം. അപ്പോൾ അരച്ചിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് പിഴിഞ്ഞ് നീരെടുക്കണം. ആ നീരെടുത്തിട്ട് നമുക്ക് ആ നീരുകൊണ്ട് നമുക്കാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. നീരെടുക്കുക. വെള്ളത്തിൽ ചേർക്കണ്ട. ഇതിൽ ഈ ഒരു പനിനീരാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് നീര്. ഇനി അതിൽ നമുക്ക് സോപ്പ് ബേസാണ് ചേർക്കുന്നത്. അത് 500 ഗ്രാമിൻ്റെയാണ്, 150 രൂപ. അതിലൊരു കളർ പൊടിയുണ്ട് വരുന്നത്. ഇത് ഞാൻ ഡെറ്റോളിൻ്റെ സ്മെല്ലാണ് വാങ്ങിയത്. ഇത് സോപ്പ് ബേസ്. നമുക്ക് പൊട്ടിച്ചിട്ട് കാണാം. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബോട്ടിലുണ്ട്, സ്മെല്ലിൻ്റെ ബോട്ടിൽ. സോപ്പ് ബേസ് സ്മെല്ലിൻ്റെയാണ്. നമുക്ക് ഇനി ചട്ടിയിൽ വെള്ളം വെച്ചിട്ട് പാത്രത്തിൽ നമ്മൾ കൂട്ട് അടുപ്പത്ത് വയ്ക്കാം. പാത്രം വെച്ചപ്പോൾ അതിൽ കൊള്ളില്ല. അപ്പോൾ നമുക്ക് പാത്രം ഒന്ന് മാറ്റണം. അത് നിറച്ചുണ്ടായി. അപ്പം നമുക്ക് പാത്രം മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഇടാം. വേറെ പാത്രത്തിലോട്ട് ഇടാം കേട്ടോ. വേറെ പാത്രത്തിലിട്ടിട്ട് ഡബിൾ ബോയിൽ ചെയ്യണം. അത്രയും പൊടിയുണ്ട്. അപ്പം നമുക്ക് അടുപ്പത്ത് വെച്ച് ഡബിൾ ബോയിൽ ചെയ്യാണ്. വെള്ളത്തിൽ വെച്ചിട്ട് ഇളക്കി നമ്മൾ ഇളക്കാം കേട്ടോ. അത് ഇളക്കി ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഇളക്കി അത് ലൂസായി വരണം. മെൽറ്റാവണില്ല. നല്ല കട്ടയിൽ പിടിച്ച് നിൽക്കാൻ കുറച്ച് സമയം വേണം മെൽറ്റാവണമെങ്കിൽ. മെൽറ്റായിക്കൊണ്ടിരിക്കണേ.
അത് മെൽറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി കട്ടയുണ്ട് അതിൽ ഉടയാൻ, അലിഞ്ഞു വരാനുണ്ട്. ഉണ്ടോ, ഇനിയും കട്ടയുണ്ട്, മെൽറ്റാവണം. കുറച്ച് സമയം വേണം നമുക്ക് മെൽറ്റാവാൻ. ഞാൻ 2 സ്പൂണ് പച്ചമഞ്ഞൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ 2 സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. അത് ഉണക്കി പൊടിച്ച് മഞ്ഞൾപ്പൊടിയാണ്, അത് ഞാൻ 2 സ്പൂൺ ഇട്ടു. അപ്പോൾ ലൂസായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ലൂസായി. ഇനി നമുക്ക് തുളസിയും ആര്യവേപ്പിൻ്റെ ഇലയും 250 ml കപ്പിൽ ആദ്യം ഞാൻ 1 കപ്പ് ഒഴിച്ചു, ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് 250 ഫുള്ളില്ല കേട്ടോ, കുറച്ചുള്ളൂ. നമുക്ക് ആ പാത്രം അത് ഇളക്കി ഞാൻ തിളക്കട്ടെ. ഈ നല്ലോണം ഇളക്കണം. അപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് അതൊക്കെ നമുക്ക് ഇളക്കി വരണം. അവിടെ ഇങ്ങനെ കട്ട പിടിച്ച് എല്ലാ ഭാഗത്തും. അപ്പോൾ അതായിട്ടോ നമുക്ക് ഇളക്കി അതിൽ എസൻസ് ഒഴിച്ചിട്ടോ ഞാൻ. ഇനി ഞാൻ ഒഴിക്കണതേ ഡെറ്റോളിൻ്റെ സ്മെല്ലാണ്, അത് ഞാൻ ഒഴിച്ചു. അത് ഇളക്കുക. കളറിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് സോപ്പിൻ്റെ ഒപ്പം കിട്ടുന്ന പൊടിയാണ്, അതും കൂടി ഞാൻ ചേർത്ത് ഇളകിയിട്ട്. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാർന്ന് വെക്കാം. ഞാൻ അതിൽ പിന്നെ 12 അച്ചിൻ്റെ അച്ചാണിത്. അതിൽ ഒന്നിൽ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഞാനാകെ പിന്നെ ഒരു അച്ച് കുറവുണ്ട്. ഇത് ഉണങ്ങട്ടെ. അപ്പോൾ നമ്മളെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.